കൊച്ചി വെണ്ണലയിൽ വയോധികയുടെ മൃതദേഹം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത. 78 വയസ്സുള്ള അല്ലിയുടെ മൃതദേഹമാണ് വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. കസ്റ്റഡിയിലെടുത്ത മകൻ പ്രദീപിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. മരിച്ച ശേഷം മൃതദേഹം കുഴിച്ചിട്ടെന്നാണ് മൊഴി. കൊലപാതകമല്ലെന്നാണ് പ്രാഥമിക നിഗമനം. സൈഫുന്നീസ അലിയാർ ചേരുന്ന വിശദാംശങ്ങളുമായി. സൈഫുന്നീസ, ഇപ്പോൾ എന്താണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്? ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ടോ? പ്രദീപ് കൊലപ്പെടുത്തിയതല്ല എന്ന് തന്നെയാണോ നിഗമനം? വിനീത, ഈ മരണത്തിൽ ദുരൂഹത ഇല്ല എന്നൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ അല്ലിയുടെ മരണം സംഭവിക്കുന്നത് ഇന്നലെ രാത്രിയോ ഇന്ന് രാവിലെയോ ആയിരിക്കാം. രാവിലെ 6:30യോടുകൂടി പ്രദീപ് മൃതദേഹം കുഴിച്ചിട്ടു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഈ മൃതദേഹം കുഴിച്ചിട്ടതല്ലാതെ മരണത്തിൽ ദുരൂഹതകളുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലീസിന് കൂടുതൽ വ്യക്തത വരാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യം അനുസരിച്ച് സ്വാഭാവിക മരണം സംഭവിച്ചു. പക്ഷേ മൃതദേഹം കുഴിച്ചിടുന്നതിലടക്കം മകൻ പ്രദീപിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം. അതായത് ഈ ബന്ധുക്കളെയോ സഹോദരിയെയോ ഒന്നും അറിയിക്കാതെ വീടിന്റെ തൊട്ടുമുറ്റത്താണ് ഇയാൾ മൃതദേഹം കുഴിച്ചിട്ടത്. അത് ഒരടി പോലും താഴ്ത്താതെയാണ് മൃതദേഹം കുഴിച്ചിട്ടത്. അതിലൊക്കെ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ വിശ്വാസം. ഈ സഹോദരിയെ അറിയിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇയാൾ ഈ മൃതദേഹം ഈ സമീപത്തെ ഒരു വീടിന് സമീപത്ത് കുഴിച്ചിടുന്നത് പോലെ ഈ സമീപവാസികൾ കാണുകയും ഇവർ സഹോദരിയെ വിവരം അറിയിക്കുകയും സഹോദരി പോലീസിനെ വിവരം അറിയിച്ച് പോലീസ് എത്തിയാണ് ഇവിടെ പരിശോധന നടത്തുകയും ചെയ്തത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റിയിരിക്കുകയാണ്. ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് കൂടി വന്നാൽ മാത്രമേ മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്നുള്ളത് അനുമാനിക്കാനാകുകയുള്ളൂ. പ്രമേഹ രോഗിയായ അല്ലിയെ ഇന്നലെയും മകൻ പ്രദീപ് ആശുപത്രിയിൽ കൊണ്ടുപോയതാണ്. പക്ഷേ ഇയാൾ മദ്യപാനിയാണ്. ഇന്ന് രാവിലെ പോലീസ് വീട്ടിലെത്തി ചോദ്യം ചെയ്യുമ്പോഴെല്ലാം തന്നെ ഇയാൾ നല്ല മദ്യലഹരിയിലായിരുന്നു. പക്ഷേ ഈ അമ്മയെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് ഇയാൾ പോയിട്ടില്ല എന്നുള്ളതാണ് ബന്ധുക്കളിൽ നിന്നും അടുത്തുള്ള അയൽവാസികളിൽ നിന്നുമൊക്കെ വിവരം ലഭിക്കുന്നത്. ഇയാളുടെ ഭാര്യ ഇയാളിൽ നിന്ന് അകന്നു കഴിയുകയാണ്. സഹോദരിയുമായി ഇയാൾ പിണക്കത്തിലാണ്. ഒരു ഇളയ മകൻ മാത്രമാണ് ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നത്. ഇളയ മകൻ ഇന്നലെ അച്ഛന്റെ ഈ ബഹളം കാരണം വീട്ടിൽ നിന്ന് അമ്മയുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അല്ലിയും മകനും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ മരണം സംബന്ധിച്ച് ദുരൂഹത വർദ്ധിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ ഇക്കാര്യത്തിൽ കൃത്യമായ വിവരം ലഭിക്കുകയുള്ളൂ. വിനീത, ശരി. സൈഫുന്നീസ അലിയാറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് വെണ്ണലയിൽ.